നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ: ഇസ്രയേൽ അറബി യുദ്ധങ്ങളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന പ്രവചനം, 2432 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ബൈബിളിലെ സെഖര്യാ പ്രവചനം 14 അധ്യായം 12 വാക്യം നിവൃത്തിയാകുന്നതും ഇനിയും നിവർത്തിക്കുന്നതും എപ്പോൾ, ന്യൂക്ലിയർ യുദ്ധത്തെപ്പറ്റി, ഉൽക്കകൾ പതിക്കുന്നതിനെപ്പറ്റി, ഗാസ സ്ട്രിപ്പിനെപ്പറ്റി, ജോർഡാനെപ്പറ്റി, സിറിയയെപ്പറ്റി, എത്യോപ്യ, കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ. പരസ്യമായിട്ട് വായിക്കുമ്പോൾ നമ്മൾ ആരുടെയോ പക്ഷമാണെന്നോ ആർക്കോ എതിരാണെന്നോ ഒരു തോന്നൽ. നമ്മൾ ആരോടും പക്ഷവും ആർക്കും എതിരുമല്ല. എന്നാൽ വേദപുസ്തക പ്രവചനത്തിൽ ചില കാര്യങ്ങൾ, സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് സംഭവിച്ചേ തീരുകയുള്ളൂ. ദൈവം പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്നു. അത് സംഭവിച്ചിരിക്കും. ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സാറ് പറഞ്ഞ പോലെ ഇസ്രയേൽ ജയിച്ചു. വളരെ അതിശയിപ്പിക്കത്തക്ക തരത്തിൽ ലോകരാഷ്ട്രങ്ങളെ വളരെ ലക്ഷക്കണക്കിന് യുദ്ധ ഉപകരണങ്ങളും അതുപോലെ പടയാളികളും അണിനിരന്നിട്ടും അവര് ജയിച്ച് മുന്നേറി. എന്നാൽ ഈ ഇസ്രയേൽ രാഷ്ട്രം ഇനി ഭാവിയിൽ അവർ വരാനിരിക്കുന്ന മഹായുദ്ധങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇനി ഇസ്രയേലിന്റെ കയ്യിൽ അണുബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി അങ്ങനെ വല്ല ആറ്റം ബോംബിന്റെ ഉപയോഗമോ മറ്റോ സംഭവിച്ചു പോകുമോ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമോ? അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ വല്ല സൂചനയുണ്ടോ? ബൈബിൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ന്യൂക്ലിയർ യുദ്ധത്തെക്കുറിച്ചും സൂചനകൾ ഉണ്ടെന്നാണ് വളരെ വ്യക്തമായി ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകുമെന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ അങ്ങനൊരു ആയുധത്തെക്കുറിച്ച് ചിന്തിപ്പാൻ പോലും സാധ്യമല്ലാതിരുന്നപ്പോൾ ബൈബിളിൽ ആ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇസ്രയേൽ ഉപയോഗിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ആയുധമാണ്. ഞാൻ അതുകൊണ്ടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയുള്ള നമുക്ക് ചിന്തിപ്പാൻ വേണ്ടി ഞാനൊന്ന് ഓർപ്പിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്രയേൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാഷ്ട്രമാണ്. അവരെ ഏതാണ്ട് 22 അറേബ്യക് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ വളഞ്ഞു കിടക്കുക. ഇവരെല്ലാവരും ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ അവരോട് ബദ്ധ വൈരാഗ്യങ്ങളാണ്. അവരെ തുടച്ചു മാറ്റണമെന്ന് അവരോട് സ്നേഹം കാണിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ജനങ്ങൾ ഏറിയ പങ്കും അവരോട് വലിയ എതിരാണ്. എന്ന് പറഞ്ഞാൽ ശത്രു ഏതാണ്ട് 22 ശത്രു രാജ്യത്തിന്റെ മധ്യത്തിലാണ് ഇവർ കിടക്കുന്നത്. ഇവര് നമ്മൾ എടുത്ത് ചിന്തിച്ചു നോക്കിയാൽ ഈ രാഷ്ട്രങ്ങളുടെ ആയുധങ്ങളുടെ ഒരു കണക്ക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ ആയുധങ്ങളുടെയും മറ്റു കണക്കുകൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘടന ലോകത്തിലുണ്ട്. അവരുടെ ഒരു റിപ്പോർട്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അത് നോട്ട് ചെയ്ത് വെച്ചു. വളരെ പെട്ടെന്ന് കേൾക്കട്ടെ. ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ഇസ്രയേലിന്റെ സൈന്യ സംഖ്യ, അതായത് ഇസ്രയേലിന്റെ സൈന്യം എന്ന് പറയുമ്പോൾ അവരുടെ റിസർവും മറ്റെല്ലാം കൂടെ കൂട്ടിയാലും 6,02,000 കൂടുതലില്ല. അത്രയുള്ള ആകെ അവർക്ക് അത്രയുള്ള 6,02,000 ആർമി അവർക്കുള്ളൂ. എന്നാൽ ഈ മറ്റ് രാജ്യങ്ങളുടെ ഇവരെ ചുറ്റിക്കിടക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം കൂടെ ചുറ്റും എണ്ണിയാൽ 50,16,650 വരും. എത്രയോ വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ജനസംഖ്യ ഏതാണ്ട് 55 ലക്ഷമേ ഉള്ളൂ. 55 ലക്ഷം വരുന്ന ഇസ്രയേലിനെതിരായിട്ട് 50 ലക്ഷം വരുന്ന സൈന്യത്തെ അണിനിരത്താൻ ചുറ്റുമുള്ളവരുടെ കയ്യിൽ സൈന്യങ്ങളുണ്ട്. ഇസ്രയേലിന് 6,02,000 സൈന്യമേ ഉള്ളൂ. മാത്രമല്ല ഇതുപോലുള്ള മറ്റൊരുപാട് കണക്കുണ്ട്. ഇസ്രയേലിന് 3,898 ടാങ്കുകളുണ്ട്. മറ്റുള്ളവർക്ക് 18,000 ചെല്ലുവാനും ടാങ്കുണ്ട്. ഇസ്രയേലിന് 478 കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉണ്ട്. മറ്റുള്ളവർക്ക് 3,030 ഉണ്ട്. ഇങ്ങനൊരു നീണ്ട പട്ടികയുണ്ട്. ഈ കണക്കുകളെ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രയേലിന് ഒരു കൺവെൻഷണൽ വാർ എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരൊക്കെ നിന്ന് യുദ്ധം ചെയ്യുന്ന യുദ്ധം നടത്തി ഇസ്രയേലിന് ഇനി ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരായുധം ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. അതെന്താണ്? അതാണ് ന്യൂക്ലിയർ ആയുധം. ഇസ്രയേൽ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കും എന്ന് തന്നെ ബൈബിളിൽ സൂചനയുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളിൽ കേൾവിക്കാരിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും 1973 യോം കിപ്പർ വാർ എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ടായി. അറബി രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായിട്ട് വന്നൊരു യുദ്ധമാണ്. യോം കിപ്പർ എന്ന് പറഞ്ഞാൽ മഹാപാപ പരിഹാര ദിവസമെന്നാണ്. ഇസ്രയേലിന്റെ ഒരു വർഷത്തെ ജീവിതത്തിൽ അവർ ദുഃഖിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദിവസമാണ് യോം കിപ്പർ, മഹാപാപ പരിഹാര ദിവസം. അന്ന് അവരുടെ പടയാളികളിൽ നല്ലൊരു ഭാഗം വീടുകളിൽ പോയി.
അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ അവർ അങ്ങനെ അവരുടെ ഒരു ഉത്സവത്തിൽ അവർ ആയിരിക്കുകയാണ്. ഈ സന്ദർഭം ഉപയോഗിച്ച് അറബി രാജ്യങ്ങൾ അവരെ ആക്രമിച്ചു. 3 രാജ്യങ്ങൾ അവരെ ആക്രമിച്ചിട്ട് അവർ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. ഇസ്രായേൽ തോൽക്കുന്നത് പോലെ ഇസ്രായേൽ ഓൾമോസ്റ്റ് തോറ്റു എന്ന് പറയാം. വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായി അവർക്ക്. എന്നാൽ അന്ന് അവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഗോൾഡ മേയർ ഈ വാർത്ത 73 യുദ്ധം നടന്നു. 76 ടൈം മാഗസിൻ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു മാസിക ടൈം മാഗസിൻ, ഏപ്രിൽ എഡീഷനിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. 1976 ഏപ്രിൽ ടൈം മാഗസിനിൽ ഈ വാർത്തയുണ്ട്. ആ വാർത്ത എന്താണെന്നറിയാമോ? അന്ന് ഇവർ പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഓർഡർ കൊടുത്ത അനുസരിച്ച് 13 ന്യൂക്ലിയർ ബോംബുകൾ അസംബിൾ ചെയ്ത് അവരെ ബോംബ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഇസ്രായേൽ രാഷ്ട്രം. ഇത് ടൈം മാഗസിൻ വന്ന വാർത്തയാണ്. അത് ശരി. അങ്ങനെ ഈ 13 ന്യൂക്ലിയർ ബോംബുകൾ പ്ലെയിനിന് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും അവരുടെ ഫ്രണ്ടിൽ നിന്ന് അവർക്ക് ന്യൂസ് കിട്ടി, അവർ ജയിക്കുന്നു. ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ്. അപ്പോഴത്തേക്ക് അവരുടെ റിസർവുകൾ കടന്നു വന്നു. അവർ യുദ്ധത്തിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ കയറിയത് കൊണ്ട് മാത്രമാണ് ഈ ന്യൂക്ലിയർ ബോംബ് അന്നിടാതിരുന്നത്. ഓഹോ, അത് ശരി. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഇസ്രായേൽ പരാജയപ്പെട്ടാൽ അവരെ പിന്നെ ജീവനോടെ ഭൂമിയിൽ ശേഷിപ്പിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന്റെ ഒരു കാര്യമാണ് അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവർ ന്യൂക്ലിയർ ആയുധം തന്നെ ഉപയോഗിക്കും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കുമെന്ന്. അതെവിടെയാ ആ പ്രവചനം പറഞ്ഞത്? ആ പ്രവചന ഭാഗം എടുക്കാം. എന്നാൽ വളരെ രസകരമായിട്ടുള്ള ചില പ്രവചനമാണ്. സക്കറിയ വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ള ഭാഗം നമുക്ക് ആദ്യം എടുക്കാം. അല്പം കട്ടിയായിട്ടുള്ള ഭാഗങ്ങളുമുണ്ട്. സക്കറിയ പ്രവചനം 14-ാം അധ്യായം നമുക്ക് എടുത്തിട്ട് ആ ഭാഗത്ത് നിന്ന് 1-2 വാക്യം നോക്കാം. ഈ 14-ാം അധ്യായം 1-2 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. 2-ാം വാക്യം അങ്ങനെയല്ലേ? അതെ, ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. അപ്പം യെരൂശലേമിനോട് യുദ്ധത്തിന് കൂടി വരുന്ന സമയമാണ്. ലോകം മുഴുവൻ കടന്നു വരികയാണെന്ന് വിചാരിച്ചു. അതിന്റെ 12-ഉം 15-ഉം ഒന്ന് വായിച്ചേ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അത് മതി. അത് തന്നെ ഒന്ന് ചിന്തിച്ചേ. അവിടെ വേദസ്വത്തിൽ വല്ലതും തെറ്റുപറ്റിയതാണോ? നിവർന്നു നിൽക്കുമ്പോൾ മാംസം അഴുകിപ്പോകും. അങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഇത് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന്റെ മാംസം അഴുകിപ്പോകണമെങ്കിൽ അവന്റെ ശരീരം നിലത്ത് വീണിട്ടേ അഴുകത്തുള്ളൂ. സാധാരണ എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അതെ. അത് യുദ്ധത്തിനായി കടന്നു വരുന്ന ആളുകളെ, യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും ശിക്ഷിക്കുന്നു. അപ്പൊ സൈന്യങ്ങൾ നിവർന്നു നിൽക്കുന്നു. അവർ നിവർന്നു നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴുകിപ്പോകുന്നു. ഇതെന്താണെന്നുള്ളത് ലോകത്തിന് മനസ്സിലായത് 1945. അതെങ്ങനെയായിരുന്നു? 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ 8 മണിക്കാണ് ആദ്യമായിട്ട് മനുഷ്യനൊരു ആറ്റം ബോംബ് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായത്. അത് ഹിരോഷിമയിൽ അമേരിക്കക്കാർ കൊണ്ടിട്ട ആദ്യത്തെ ബോംബാണ്. അന്നാണ്. അതൊരു ചരിത്ര സംഭവമാണ്. അന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കിയ 60 മൈൽ അകലെ നിന്ന ഒരു വെള്ളക്കാരൻ ഈ ബോംബ് പൊട്ടിയിട്ട് ന്യൂക്ലിയർ മഷ്റൂം, അതായത് ആകാശത്ത് ഇങ്ങനെ കൂണുപോലെ വലിയ പുകപടലങ്ങൾ കണ്ടപ്പോൾ ഇതാദ്യമായിട്ട് കാണാം. ഇതെന്താണെന്ന് ഈ വെള്ളക്കാരൻ അറിയാൻ വേണ്ടി 60 മൈൽ ദൂരെ നിന്ന് ഈ വെള്ളക്കാരൻ ഒരു കാർ എടുത്ത് പാഞ്ഞു വന്നു. ഈ സംഭവം നടക്കുന്നതിന്റെ ഏതാണ്ട് അടുക്കൽ വന്നപ്പോൾ താൻ വന്നെത്തിയത് ഒരു ജാപ്പനീസ് ആന്റി എയർക്രാഫ്റ്റ് യൂണിറ്റിന്റെ അടുക്കൽ, എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വെടിവെച്ചിടാനുള്ള ഒരു ആർമി യൂണിറ്റിന്റെ അടുക്കലാണ് വരുന്നത്. അത് ശരി. അവരുടെ അടുക്ക വന്നപ്പോൾ ഏതാണ്ട് 20 ആളുകൾ ഉള്ളതിൽ 2 പേരെ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു? ബാക്കിയുള്ളവരെ മരിച്ചുപോയി. ഈ ശേഷിച്ചിരിക്കുന്ന ആളുകളോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു ഈ വെള്ളക്കാരൻ പറഞ്ഞ മറുപടി രേഖപ്പെടുത്തിയത് വേറൊരു ബുക്കിൽ നിന്ന് ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. അദ്ദേഹം ഇങ്ങനെ ഈ ശേഷിക്കുന്ന 2 പേര് പറഞ്ഞു, ഞങ്ങൾ വിമാനത്തിന്റെ ശബ്ദം കേട്ടു, വിമാനം അടുത്ത് വരട്ടെന്ന് കരുതി ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു. ഏതാണ്ട് 18,000 അടി ദൂരത്ത് വെച്ച് അവർ ബോംബ് വർഷിച്ചു. 1800 അടി മുകളിൽ വന്നപ്പോൾ ബോംബ് പൊട്ടി. പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ പറയാം. Their bodies were literally cooked, their brain cells scared, and their eyeballs melted and running down their cheeks. എന്ന് പറഞ്ഞാല് തലച്ചോറ് പൊട്ടി അതിനകത്തുനിന്ന് മുട്ട പൊരിക്കുന്ന പോലെ മാംസം അത് പൊരിച്ച് ഈ തലച്ചോറ് പൊരിച്ചു വന്നു. കൺതടത്തിൽ കണ്ണുകൾ അഴുകി, അത് കവിൾ തടത്തിലൂടെ മെഴുകു പോലെ ഒഴുകി അവരുടെ മാംസങ്ങൾ വായ്ക്കകത്ത് തന്നെ ഈ നാക്കും മറ്റും പുണ്ണു പിടിച്ചങ്ങ് അഴുകി.
മാംസം ചീഞ്ഞു തുടങ്ങി. ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് 2432 വർഷം മുമ്പ് സക്രിയാവ് എന്ന പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ അതെ, വാസ്തവത്തിൽ ആ വായിച്ചതും ഇപ്പോഴത്തെ വിവരണവുമായിട്ട് വളരെ യോജിക്കുന്നതായിട്ട് തോന്നുന്നു. കണ്ടോ, അവരുടെ മാംസം ചീഞ്ഞഴുകും, അവരുടെ കണ്ണ് തടത്തിൽ ചീഞ്ഞഴുകും. എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരുന്നു, അവർ നിവർന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ നിവർന്നു നിൽക്കുമ്പോൾ സംഭവിക്കാറില്ല. പറയാം, ഈ ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ അന്തരീക്ഷത്തിന്റെ ചൂട് 150 മില്യൺ ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ട് ഉയരും. അതിന് എത്ര സമയം വേണമെന്നറിയാമോ? 1 സെക്കൻഡിന്റെ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷങ്ങളായിട്ട് 1 സെക്കൻഡിനെ ഭാഗിച്ചാൽ അതിന്റെ ഒരു കണിശം മതി. നമുക്ക് സങ്കല്പിക്കാൻ പോലും. ആ കണിശത്തിന്റെ ഉള്ളിൽ അന്തരീക്ഷത്തിന്റെ ചൂട് 150 മില്യൺ ഡിഗ്രി, 150 ദശലക്ഷം ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ട് ഉയരും. എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്നതിന് മുമ്പ് ചൂട് അങ്ങോട്ട് ഉയരുക. മനുഷ്യന്റെ ദേഹം താഴോട്ട് വീഴാൻ സമയമില്ല. നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ ചൂടിന്റെ റേഡിയേഷൻ കൊണ്ട് ഇത് സംഭവിക്കും. ഭയങ്കരമായി. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകുമെന്ന്. ബൈബിൾ പ്രവചനങ്ങൾ വളരെ നിസ്തുല്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാർ. ബൈബിൾ പ്രവചനം നിസ്തുല്യമാണ്. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിനല്ലാതെ 2432 വർഷം മുമ്പ് ഈ വിഷയം പ്രവചിക്കാനൊക്കെ മനുഷ്യന് 1948 ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കൊണ്ട് മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായത്. നമുക്ക് ഹിരോഷിമയുടെ ചരിത്രം അറിയാം. 3 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ പട്ടണം 70,000 പേർ അന്നേരം മരിച്ചു, 70,000 പേർക്ക് പരിക്കേറ്റു. ഇന്നും അതിന്റെ റേഡിയേഷന്റെ ഫലങ്ങൾ മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ആ റേഡിയേഷൻ മൂലം സംഭവിക്കുന്ന കാര്യം വചനത്തിൽ മുമ്പ് കൂട്ടി രേഖപ്പെടുത്തി. ഇത് ഇവിടെ മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, വേദപുസ്തകത്തിൽ മറ്റു പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളുടെ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരുന്നു. പറഞ്ഞുതരാം. എന്നാൽ ഇവിടെ എന്നെ വേറൊരു കാര്യം ഇതോടനുബന്ധിച്ച് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. മലയാള മനോരമ 1984 ജൂലൈ മാസം 28-ാം തീയതി ആ മലയാള മനോരമയിൽ വന്ന വാർത്ത ഞാൻ കുറിച്ചു വെച്ചു. ഞാനത് മുറിച്ചെടുത്ത് വെച്ചു. കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതൊരു സാധാരണ സംഭവമാണെന്ന് വായിച്ചു പോകും. എന്നാൽ എന്നെ സംബന്ധിച്ച് വേദപുസ്തക പ്രവചനം കഴിഞ്ഞ അനേക വർഷങ്ങളായി പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഞാൻ തൽപരനാണ്. അപ്പോൾ മനോരമയിൽ ഈ 1984 ജൂലൈ മാസം 28-ാം തീയതി മലയാള മനോരമ എന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഞാൻ അതുപോലെ അങ്ങ് വായിക്കാം. ഭൂമി ഒരു വർഷം ഇരുട്ടിലാവും. മോസ്കോ ആദ്യത്തെ ആയുധ യുദ്ധം ഭൂഗോളത്തെ ഒരു വർഷത്തേക്ക് ഇരുട്ടിലാഴ്ത്തും. റഷ്യൻ വിദഗ്ധനായ നികിത മൊയ്തോവ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണക്കാക്കുന്നു. അണുസ്ഫോടനത്തെ തുടർന്ന് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ലക്ഷക്കണക്കിന് ടൺ മണ്ണ് ഭൂഖണ്ഡങ്ങളിൽ ആളിപ്പടരുന്ന അഗ്നിജ്വാലയും സൂര്യപ്രകാശത്തെ പൂർണ്ണമായും മറച്ചു കളയുമെന്ന് കമ്പ്യൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ പറയുന്ന 1-2 വാക്യം വായിച്ചേ. വെളിപാട് പുസ്തകം 8:12 വായിച്ചേ. അത് ഈ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവചന പുസ്തകത്തിൽ അവസാനം നടക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് നോക്കിയേ. ഏത് ഭാഗമാണ്? വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. കണ്ടോ, ന്യൂക്ലിയർ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പൊടിപടലങ്ങളും അതുപോലെ പുകകളും മറ്റും അന്തരീക്ഷത്തെ സൂര്യപ്രകാശത്തെ മറച്ചുകളയും എന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്ന് കണക്കാക്കുന്ന 2000 വർഷം മുമ്പ് യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചു. 1/3 സൂര്യപ്രകാശം ചന്ദ്രന്റെ പ്രകാശവും ഇരുണ്ടുപോകും. അവഗണിക്കാനാവാത്ത പ്രസ്താവനകളായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഒരുതരം കഥ പോലെ, നോവൽ പോലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു. ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. മത്തായി 24:29-30 കർത്താവ് പറഞ്ഞു. ആമോസ് പ്രവചിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യം വായിച്ചോ. മത്തായി 24:29-30 ഈ അവസാന കാലത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. നക്ഷത്രങ്ങളോട് പറഞ്ഞിരിക്കുന്ന മീറ്റോസ്, അതായത് ഉൽക്കകൾ ഭൂമിയിൽ പതിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഉൽക്കകൾ ഇപ്പം പതിക്കും, ഭൂമി ഇപ്പം തീരുമെന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രജ്ഞന്മാർ കിടന്ന് ബഹളം വെക്കുക. പത്രത്തിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതാ കർത്താവോട് പറഞ്ഞു. അത് ആ നക്ഷത്രം എന്ന് പറയുന്നത് ഉൽക്കകൾ വീഴുമെന്നാണ്. ഏതായാലും വീണ്ടും അവിടെ വായിക്കുന്നു, സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോകും. ഈ ന്യൂക്ലിയർ വാറിനുള്ള ബന്ധത്തിൽ ന്യൂക്ലിയർ വാർ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വേറൊരു വേദഭാഗം എടുത്തു, സഫന്യ പ്രവചനം. ചില ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ. ഇത് വായിക്കുമ്പോൾ എന്നോട് വിരോധമൊന്നും തോന്നരുത്. കാരണം ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പ്രവചനം പഠിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. ചില വാക്യങ്ങൾ മാത്രം. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കിയേ. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം.
ഗസ നിർജ്ജനമാകും. ഗാസ നിർജ്ജനമാകും. ഇന്നത്തെ ഗാസയുടെ പ്രോബ്ലം എവിടെയാണെന്നറിയാമോ? ഗാസ എവിടെയാണത്? ഇന്ന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചിരിക്കുന്ന ആ പ്രദേശമാണ് ഗാസ. ഗാസ സ്ട്രിപ്പ്. അത് ശരി. ഓക്കെ. ഗാസ സ്ട്രിപ്പ് നിർജ്ജനമായി പോകുമെന്ന്. അടുത്തത് അസ്കലോൻ ശൂന്യമായി. അടുത്ത ഞാൻ വേറെ ചില ഭാഗങ്ങൾ കാണിക്കാം. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന സെഫന്യാവ് തന്നെ. സെഫന്യാവ് 2-ാം അധ്യായത്തിന്റെ ആ അധ്യായത്തിൽ നിന്ന് ഞാൻ ചില ഭാഗങ്ങൾ എടുത്ത് കാണിക്കാം. പരിചയമുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. 8-9 വാക്യം. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എന്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പ് പറഞ്ഞ ശകാരങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത്: എന്നാണ് മോവാബ് സോദോമിനെ പോലെയും അമ്മോന്യർ ഗമോറെ പോലെയും തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവും ആയിത്തീരും. ഈ അമ്മോന്യരും മോവാബരും എവിടെയാ കിടക്കുന്നത്? ഇന്നത്തെ ആധുനിക ജോർഡാനാണ്. അത് ശരി. അതിന്റെ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ വായിക്കേണ്ട ജെരമ്യാവ് 49 ആദ്യത്തെ 6 വാക്യങ്ങൾ വായിച്ചാലും നമുക്കറിയാം. ഇനി നമുക്ക് 2:12 നോക്കി. 2:12. സെഫന്യാവ് 2:12. അതെ, വായിച്ചു. നിങ്ങളോ കൂശ്യരെ, എന്റെ വാളിനാൽ നിഹതന്മാർ, അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും. കണ്ടോ? നിങ്ങളോ കൂശ്യരെ. കൂശ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യ. അത് ശരി. കൂഷ്, ബ്ലാക്ക് ആഫ്രിക്കൻസ് നശിപ്പിക്കും. 2:13 നോക്കിക്കേ. അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും. കണ്ടോ? അശൂര്, അസിറിയ ഇന്നത്തെ സിറിയയും ഇറാഖിന്റെ പ്രദേശങ്ങളാണ്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. നമ്മളൊരു മാപ്പ് എടുത്തു വെച്ച് നോക്കിയാൽ ഇസ്രയേലിന്റെ താഴെ കിടക്കുന്ന ആഫ്രിക്കയുടെ ആ അറ്റത്തെ രാജ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് എത്യോപ്യ, ഈ പ്രദേശങ്ങളൊക്കെ ഗാസയുടെ പ്രദേശം. മറുഭാഗത്ത് ഇറാഖ്, ആ സിറിയ മുതലായ പ്രദേശങ്ങൾ. ഇസ്രയേലിനോട് ഏറ്റവും അധികം യുദ്ധത്തിനായിട്ട് കൊതിക്കുന്ന ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ. ഇസ്രയേലിനെ ഇന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ. 2 വേദഭാഗം ഒന്നിച്ച് വായിക്കണം നമുക്ക്. എസെക്കിയേൽ 28:24. എസെക്കിയേൽ 28:24. നമുക്കിത് പരസ്യമായിട്ട് വായിക്കുമ്പോൾ നമ്മൾ ആരുടെയോ പക്ഷമാണെന്നോ ആർക്കോ എതിരാണെന്നോ ഒരു തോന്നൽ. നമ്മൾ ആരോടും പക്ഷവും ആർക്കും എതിരുമല്ല. എന്നാൽ വേദപുസ്തക പ്രവചനത്തിൽ ചില കാര്യങ്ങൾ, സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് സംഭവിച്ചേ തീരുകയുള്ളൂ. ദൈവം പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്നു. അത് സംഭവിച്ചിരിക്കും. ഇത് സംഭവിക്കും എന്നുള്ളത് കണ്ട് നാം അനർത്ഥങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ടതാണ്. 28:24 നോക്കിയാട്ടെ. എസെക്കിയേൽ പ്രവചനം 28:24. ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും. അവരുടെ യുദ്ധങ്ങളും ഭീകരവാദങ്ങളും പ്രശ്നങ്ങളും ഇസ്രായേലിന് സ്വൈര്യമായി ജീവിപ്പാൻ സാധിക്കാതെ ചുറ്റും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും. ഇത് യെശയ്യാവ് 10:17 ചേർത്ത് വായിച്ചാട്ടെ. അത് ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു ദിവസം, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. 10:17. അവരുടെ ചുറ്റും ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. കണ്ടോ? അവരെ ചുറ്റും കുത്തുന്ന മുള്ളും പറക്കാരെയും നോവിക്കുന്ന മുള്ളും എന്നൊക്കെ വായിച്ചു. ഒരു ദിവസം ഇത് കത്തും, കത്തി ചുറ്റും ദഹിപ്പിച്ച് കളയും. വേദപുസ്തകത്തിന്റെ ഭാഷയാണത്. വേറെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഒബദ്യാവിന്റെ പ്രവചനം 1 അധ്യായമേ ഉള്ളൂ. ഒബദ്യാ പ്രവചനം. ഈ ഒബദ്യാ പ്രവചനം ഒരുപാട് എന്റെ കണ്ണുകളെ തുറന്നു തന്നൊരു പ്രവചന ഭാഗമാണ്. ഈ ഒബദ്യാ പ്രവചനം പഠിക്കാത്തതിന്റെ കാരണം ഇത് നിവർത്തിക്കപ്പെട്ടു എന്നൊരു ധാരണയുണ്ട്. ഇനി ഇതിന് പ്രസക്തിയൊന്നുമില്ല. എന്നാൽ ഇത് നിവർത്തിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഒറ്റ വാക്കുകൊണ്ട് 2 കാര്യം കൊണ്ട് അവിടെ തെളിയിച്ചു തരാം. 15-ാം വാക്യം. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്, സകല ജാതികൾക്കും, അതായത് ലോകരാഷ്ട്രങ്ങളെ ന്യായവിധിക്കുന്ന ദിവസമാണത്. അത് ഭാവിയിൽ യഹോവയുടെ ദിവസം വരാൻ പോവുകയാണ് സകല ജാതികൾക്കും. എന്നാൽ ഇത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ 21-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചേ. രാജ്യത്വം യഹോവയ്ക്കാകും. കണ്ടോ? ഇത് നിവർത്തിച്ചു കഴിയുമ്പോൾ രാജ്യത്വം, ലോകരാജ്യത്വം യഹോവയ്ക്കാകും. അവൻ ലോകത്തിന്റെ രാജാവാകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പ്രവചനം പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇത് ഭാവിയിൽ നിവർത്തിക്കപ്പെടേണ്ട പ്രവചനമാണ്. എന്നാൽ ഇതിന് ഒരു ഭാഗിക നിവൃത്തി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടുമ്പോൾ അതിന്റെ 18-ാം വാക്യം നോക്കിയേ. അതിന്റെ 18-ാം വാക്യം. അന്ന് യാക്കോബ് ഗ്രഹം തീയും യോസേഫ് ഗ്രഹം ജ്വാലയും ഏശാവ് ഗ്രഹം താളടിയുമായിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും. ഏശാവ് ഗ്രഹത്തിന് ശേഷിപ്പുണ്ടാകില്ല, യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കണ്ടോ? അതിന്റെ 17-ാം വാക്യത്തിന്റെ അവസാനത്തിൽ യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അവർ തീജ്വാലയായി മാറും. അവർ കത്തിക്കും, ചുറ്റുമുള്ള രാജ്യങ്ങളെ കത്തിക്കും. അതിശയകരമായിട്ട് തോന്നുകയാണ് ഈ സൂചനകൾ. സാർ പറഞ്ഞതുപോലെ ഒരു അന്ത്യകാല ന്യൂക്ലിയർ യുദ്ധത്തിലേക്കുള്ള വിരൽച്ചൂണ്ടലാണ്. ചില ഭാഗങ്ങളൊക്കെ ശൂന്യമാക്കി കളയവര്. ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളും
ഈ പോരാട്ടങ്ങളും അവരോടുള്ള വൈരാഗ്യങ്ങളും ചേരിതിരിവുകളും ലോകരാഷ്ട്രത്തിൽ അവർ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ വേദപുസ്തക പ്രവചനം എത്ര സത്യമാണെന്ന് നമ്മൾ ഓർക്കണം. മാത്രമല്ല, ലോകമെത്രയോ ഭീകരമായ ഒരു വിപത്തിലേക്ക് നീങ്ങുകയാണ്. മനുഷ്യൻ അറിയാതെ ഓരോ ദിവസവും ആ വലിയ ഭീകരമായ ഒരു യുദ്ധത്തിന് വേണ്ടി അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഓർപ്പിച്ച പോലെ ദാനിയേലിൽ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കാത്ത ബുദ്ധികെട്ട ആരും അത് ഗ്രഹിക്കത്തില്ല. എന്നാൽ ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. അവരാരാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഈ വലിയ ഭാഗ്യം, ഈ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സത്യമാണ്. വളരെ ഭയത്തോടെ, വളരെ വിറയലോടെ ഈ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ദൈവം ഒരുക്കിയ രക്ഷ അത് തിരസ്കരിക്കുന്ന മനുഷ്യർക്ക് എത്രയോ ഭയങ്കരമായ ന്യായവിധിയും ശിക്ഷയുമാണ് ദൈവത്തിൽ നിന്ന് വരാൻ പോകുന്നത്. ഈ ലോകം ഒരു വലിയ വിപത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ കർത്താവ് വാക്ക് പറഞ്ഞു, ഭൂമിയിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അപ്പോൾ തന്റെ ജനത്തിന് ഒരു കാവല്, സൂക്ഷിപ്പ്, ഒരു സുരക്ഷിതമായ ഇടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. സാർ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ന്യൂക്ലിയർ യുദ്ധത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ട് എനിക്കൊരല്പം ഭയം തോന്നുന്നു. സാറിന് ഇങ്ങനെയുള്ള ഒരു വരാനിരിക്കുന്ന വലിയൊരു യുദ്ധം, ആ യുദ്ധത്തിന്റെ കെടുതികൾ ചിലപ്പം മരിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഭയമില്ലേ ഹൃദയത്തില്? വാസ്തവം പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ മരണത്തെ ഭയപ്പെടുന്നു. അതിനൊരു വ്യത്യാസം ഇന്ന് വന്നു. എനിക്കിന്ന് മരണത്തെ ഭയമില്ല. അതെന്തുകൊണ്ടാണ്? ഇതിനപ്പുറം എന്താണെന്നുള്ള ഒരു ബോധം വളരെ വ്യക്തമായിട്ട് എനിക്കുണ്ടായി. മനുഷ്യൻ ഈ മരണത്തെ ഭയപ്പെടുന്നത്, ഒരു ഭക്തിയായ സ്ത്രീ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇരുട്ടിനെ പേടിക്കുന്ന പോലെ. കുഞ്ഞുങ്ങളെ ഇരുട്ടിലോട്ട് പോകാൻ പേടിയാ. ഒത്തിരി കിഴിവിക്കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് പേടിക്കും ഇരുട്ടിൽ പോകാൻ. മാത്രമല്ല, അവിടെ ഒരു നീതിമാനായ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നു, എന്റെ ജീവിത കണക്കുകൾ കൊടുക്കണം, അങ്ങനെ ഒരു ഭയം അവനെ ഭരിക്കുകയാണ്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ദ ഫിയർ ഓഫ് ഇഗ്നറൻസ്, ഇതിന്റെ അപ്പുറത്ത് എന്താണെന്നുള്ളതിന്റെ ഒരു ഭയം. എന്നെ സംബന്ധിച്ച് ആ ഭയമില്ല. കാരണം സ്വർഗീയ ദൈവം എന്റെ പിതാവെന്ന് വിളിപ്പാൻ എനിക്കൊരു വലിയ ബന്ധം യേശുക്രിസ്തു എനിക്ക് തന്നു. ആ ബന്ധം ലഭിച്ചെന്ന് പറയുന്നത് എങ്ങനെ കിട്ടി? ഞാൻ 1974 നിരാശനായി ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ നടന്നൊരു ചെറുപ്പക്കാരനാണ്. ഒരു ദൈവദാസൻ വ്യക്തിപരമായി എന്നോട് സംസാരിച്ചതാണ്. പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഞാൻ മുട്ടുകുത്തി. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുമ്പോൾ എന്റെ പാപത്തിനു വേണ്ടി അവൻ മരിച്ചെന്നും അവൻ എന്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റതും ആ കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനായി ഞാൻ സ്വീകരിച്ച് എന്റെ ജീവിതം അവന് സമർപ്പിച്ചപ്പോൾ എന്റെ പാപങ്ങൾ അവൻ ക്ഷമിച്ചെന്നും എന്നെ ഒരു ദൈവവേദലാക്കിയെന്നും എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് സ്വർഗീയ പിതാവിനോട് എനിക്ക് നിരപ്പ് തന്ന് ഇന്ന് എനിക്ക് അബ്ബാ പിതാവിനെ വിളിപ്പാൻ, എന്റെ അപ്പന്റെ അടുക്കപ്പാൻ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. ആ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള അവകാശം യേശുക്രിസ്തു ദാനമായി തരികയാണ്. അപ്പൊ സാർ ആ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ ദൈവത്തെങ്കിലേക്ക് നോക്കി വിലപിക്കുമെന്നും കരയുമെന്നും മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് വ്യക്തിപരമായിട്ട് സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകുകയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ മരണത്തെ ഭയപ്പെടുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യാസം വന്നല്ലേ? വ്യത്യാസം വന്നു. അപ്പൊ ഇപ്പൊ ഞാനിത് ഒരു അലങ്കാര ഭാഷയിൽ പറയുന്നില്ല, ആശ്ചര്യമായി മരണത്തെ പേടിയില്ലാതായി, ജീവിതത്തിൽ സമാധാനമായി. മരണം വാസ്തവത്തിൽ പൗലോസ് പറഞ്ഞ പോലെ അത് ഒരു നേട്ടമായി. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമാണെന്നാണ് പറയുന്നത്. ഒരു ക്രിസ്തുഭക്തൻ അങ്ങനെയാ പറഞ്ഞല്ലേ? അങ്ങനെയാ പറഞ്ഞത്. ലാഭം. കാരണം എന്നാ, അവന് മരിച്ചാൽ ഇതിനെക്കാട്ടിൽ അനുഗ്രഹങ്ങളും കരുതലുകളും അവിടെ അവന് കരുതിയിരിക്കുക. മരണം കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല. മരണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയുകയും അതിൽ അപ്പുറത്തേക്ക് പോകാനുള്ളായിരിക്കുന്ന ഉറപ്പും ധൈര്യവും തരാനായിട്ട് ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കഴിയുമെന്നാണ് ജീവിതാനുഭവം തെളിയിക്കുന്നല്ലേ? എന്റെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുന്നു. ഞാനത് അനുഭവിക്കുന്നു. മാത്രമല്ല, ലോകത്തിൽ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ അത് അനുഭവിക്കുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി, ഏതെങ്കിലും രീതിയിൽ മരണത്താൽ ഇന്നോ നാളെയോ മാറ്റപ്പെടുകയാണെങ്കിൽ പോലും മരണത്തെ പുഞ്ചിരിയോടുകൂടെ അഭിമുഖീകരിക്കുവാൻ യേശുക്രിസ്തു സഹായിക്കുന്നു അല്ലേ? യേശുക്രിസ്തു സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നിലയിൽ വരാനിരിക്കുന്ന അന്ത്യ ന്യായവിധിയിൽ നിന്നും അതുപോലെ വലിയ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ, അഭയം കണ്ടെത്തുവാൻ, വാസ്തവത്തിൽ നമുക്ക് ശരണപ്പെടുവാൻ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട് എന്നുള്ള ആ ശക്തമായ സന്ദേശം സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും സാറ് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. കേൾവിക്കാർക്കും അങ്ങനെയുള്ളൊരു ഭാഗ്യകരമായ അനുഭവം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭ്യമാകട്ടെ. യേശുക്രിസ്തുവിൽ ശരണപ്പെടുമ്പോൾ അവിടുന്ന് മരണഭയം നീക്കിത്തരികയും പാപമോചനം നൽകി സമാധാനത്തിൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്യും എന്നുള്ള ശുഭസന്ദേശത്തിന് സാക്ഷ്യം വഹിപ്പാൻ തുടർന്നും ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് സാറിനെ ആശംസ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കേൾവിക്കാർക്കെല്ലാം സമാധാനവും വിജയവും പാപക്ഷമയും യേശുക്രിസ്തുവിൽ ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ നൽകുന്ന സന്ദേശം ശ്രദ്ധിച്ചാലും. യേശു മരണത്തെ ജയിച്ച കല്ലറയിൽ നിന്നും പുറത്തുവന്നു. ഉയർത്തെഴുന്നേൽക്കുവാൻ ആരുടെയും സഹായം അവിടത്തേക്ക് ആവശ്യമായിരുന്നില്ല. ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ റോമാ പട്ടാളത്തിനോ മതപുരോഹിതന്മാർക്കോ കഴിയുമായിരുന്നില്ല. യേശുവിന്റെ ദൈവത്വമാണ് ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിഞ്ഞത്. യേശുവിന്റെ വചനങ്ങൾ സത്യമാണെന്ന് ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിഞ്ഞു. മനുഷ്യന്റെ പാപപരിഹാര മരണം വരിച്ച യേശുവിന് ഏതൊരാളെയും സഹായിക്കുവാൻ കഴിയുമെന്ന് ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. മരണത്തിനപ്പുറമുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ താൻ ശക്തനെന്ന് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. ശിഷ്യരുടെ എല്ലാ ശത്രുഭീതിയും അകറ്റുവാൻ താൻ ശക്തനാണെന്ന് ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. മരണനിഴൽ താഴ്വരയിൽ സഹായിക്കുവാൻ ശക്തനാണെന്ന് ഉയർപ്പ് തെളിയിച്ചു. മരണത്തെ ഭയം കൂടാതെ അഭിമുഖീകരിക്കുവാൻ യേശു സഹായിക്കുമെന്ന് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. ക്രിസ്തുവിന്റെ ശിഷ്യരെ ക്രൂശിച്ചാലും കുഴിച്ചുമൂടിയാലും അവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതമുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. യേശുക്രിസ്തു ഇന്ന് നമ്മുടെ സമകാലികനായി നമ്മോടൊത്തുണ്ടെന്ന് ഉയർത്തെഴുന്നേൽപ്പ് തെളിയിച്ചു. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരുടെ മധ്യത്തിൽ ഇതാ മരണത്തെ ജയിച്ചവൻ, മാറ്റമില്ലാത്തവൻ, മഹാദയാലുവായവൻ, മനസ്സിലുള്ളവൻ മനഃശാന്തി അരളിക്കൊണ്ട് മാനവരാശിയെ മാടി വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മരണത്തെ ജയിച്ച് ഉയർത്ത ക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ നശിച്ചുപോകും. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യസ്നേഹിതന്മാരെ, മരണത്തെ ജയിച്ചുയർത്ത ക്രിസ്തുവാണ് മാനവജാതിക്ക് പ്രത്യാശ. ക്രിസ്തുവിന്റെ പാപപരിഹാര മരണം എനിക്കും വേണ്ടിയായിരുന്നെന്ന് വിശ്വസിക്കുകയും അവിടുന്ന് എന്നെ നിയന്ത്രിക്കാനും രക്ഷിക്കുവാനും മതിയായവനാണെന്നും വിശ്വസിച്ച് അംഗീകരിക്കുമെങ്കിൽ ആത്മരക്ഷയുണ്ട്. അതിന് നാം തയ്യാറാണോ? പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ പാപക്ഷമ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ പുതിയ ജീവിതം, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ പരലോകപ്രാപ്തി പറുദീസ. പ്രിയരെ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇഹലോക ജീവിതവും പരലോക ജീവിതവും ഭദ്രമാക്കി തീർക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമായി ഇന്നും നിലകൊള്ളുന്നു. അതിന് ഉത്തരം കണ്ടെത്തുക. ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്: മനസ്താപവും താഴ്മയുമുള്ള ഹൃദയത്തോടെ അടുത്തുവരുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്തവനാണ് സ്നേഹസ്വരൂപനായ ക്രിസ്തു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കുമല്ലോ: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെയും വസിക്കുന്നു. അവർ തിരിഞ്ഞു തോന്നിയ വഴികളിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും, വീണ്ടും ആശ്വാസം വരുത്തും. തോന്നിയ വഴികളിൽ നടക്കുന്നവരെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന ഒരു കർത്താവ്, കുറ്റകൃത്യങ്ങളിൽ നിന്നകന്ന് തെറ്റിനെ വെറുത്ത് ജീവിക്കുവാൻ ശക്തിയും കഴിവും തരുന്ന ഒരു ദൈവം, പാപമാകുന്ന രോഗത്തെ സൗഖ്യമാക്കി മനഃശാന്തി തരുന്ന കർത്താവെ, കർത്താവായ യേശുക്രിസ്തു താങ്കളെ പുതുമനുഷ്യനാക്കി ഈ ലോക ജീവിതത്തിലും മാത്രമല്ല മരണശേഷമുള്ള ജീവിതത്തിലും പ്രതീക്ഷ തരുന്ന, അനുഗ്രഹം തരുന്ന കർത്താവായ യേശുക്രിസ്തു. ആത്മജ്ഞാനം വേണമോ, നിത്യസൗഖ്യം വേണമോ? ആത്മജ്ഞാനം വേണമോ, നിത്യസൗഖ്യം വേണമോ? രക്ഷിതാവിൻ അരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിൻ അരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എന്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു.
ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. വിലാസം വീണ്ടും പറയുന്നു. ജീവജലം പോസ്റ്റ്മാല പുതുപ്പള്ളി PO കോട്ടയം 11 കേരള.